श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमदां राम राम श्रीराम मम हृदि रमदां राम राम ബാലിവധം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാതിവിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്തു ഭർതൃരഗ്രേ ചെന്ന് ബദ്ധാശ്രുനേത്രയായി മതീ തടഞ്ഞു ചൊല്ലിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കതു കേൾക്കനീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ട് പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ. ബാലേ, ബലാലൊരു ശങ്കയുണ്ടാകൊല. കയ്യയച്ചിടു നീ വൈകരുതേതുമേ. നീയൊരു കാര്യം ധരിക്കേണമോമലേ. ബന്ധുവായാലുള്ളതോർക്ക സുഗ്രീവന് ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ. ബന്ധുവായുണ്ടവനേകനെന്നാകിലോ കാന്തവ്യനെന്നാൽ അവനും അറിക നീ. ശത്രുവായുള്ളവൻ വന്ന് ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ? ഭീരുവായി ഉള്ളിലടച്ചതു ചൊല്ലൂ നീ. വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ. ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചൊന്നാളത് കേട്ടവനോട് വീരശിഖാമണിയെ കേട്ടാലുമെങ്കിൽ നീ. കാനനത്തിങ്കൽ നായാട്ടിനു പോയത് താനേ മമ സുതനാംഗതൻ അന്നേരം. കേട്ടോരു ദന്തമെന്നോട് ചൊല്ലാൻ അതു കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ. ശ്രീരാമൻ ദശരഥനാമയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടെ നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ ദണ്ഡകാനനെ വന്യാശനായി തപസ്സു ചെയ്തിടുവാൻ. ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നുടെ ഭക്തിയെ. ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ച് തൽക്ഷണം ഋഷ്യമൂകാചലേ വന്നിത്. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴുകയെന്ന അന്യോന്യം ഒന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ട് അഗ്നിസാക്ഷിയായി
വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പാൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. സത്വരം ആർക്കതനയനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിത് വന്നിതപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊള്ളുക ഇളമയായി. യാഹിരാമം നീ ശരണമായി വേഗന പാഹിമാമംഗതം രാജ്യം കുലഞ്ചതി. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലം പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധൗ വ്യാകുലഹീനം പുണർന്നനുരാഗവശേന പറഞ്ഞിത് ബാലിയും. സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയായി ഏതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്കനീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടവരെന്നു നിർണയം. രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരഭരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭവാനില്ല നിർണയം. നിർഗുണനേകൻ ആത്മാരാമനീശ്വരൻ. തച്ചരണാംബുജേ വീണു നമസ്കരിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ. മൽഗൃഹത്തിങ്കൽ ഉപകാരവുമേറും സുഗ്രീവനെ കാണും എന്നെ കൊണ്ടോർക്കനീ. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടുമന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിലെന്നോളമില്ലാർക്കുമേ. ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനി പുഷ്കരലോചനേ പൂർണ്ണഗുണാമൃതേ. ഇത്തമാശാസ്യ വൃത്രാരാദിപുത്രനും ക്രുദ്ധനായി സത്വരം ദത്വാ പരിക്രമം. നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ. കൃതാ താരയും അശ്രുഗണങ്ങളും വാർത്താരൂഢതാപം അകത്തു പൊക്കിടിനാൾ. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലുന്നില്ലെന്നണഞ്ഞൊരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചത് ബാലിയെ. ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തല തങ്ങളിൽ കെട്ടിയുമേറ്റം പിടിച്ചും കടിച്ചുമങ്ങൂറ്റത്തിൽ വീണും തിരണ്ടും ഉരണ്ടും ഉൾച്ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും കൂടെ വിയർക്കയും നാടികൾ ചീർക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടിക്കുളിർക്കയും വാട്ടി സ്തുതിക്കയും കാലനും കാലകാലം താനുമുള്ള പോർബാലി സുഗ്രീവയുദ്ധത്തിനൊവ്വാ ദൃഢം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തു കൊണ്ടാടിപ്പുകഴ്ത്തിയും കണ്ടില വാട്ടം ഒരുത്തനുമേതുമേ. അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്കതനയനു വിഗ്രഹം. സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടി പ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നത് കണ്ട്
കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷഷണ്ഡം മറഞ്ഞാശു മഹേന്ദ്രമാം അസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമമാറയച്ചരുളിടിനാൻ. ചെന്നതു ബാലികന്മാരിൽ തറച്ചളവൊന്നങ്ങലറി വീണിടിനാൻ. ബാലിയും ഭൂമിയുമൊന്നു വിറച്ചു തന്നേരത്ത് രാമനെ കൂപ്പി സ്തുതിച്ചു മരുൾസുതൻ. മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ. ബാലിയും കാണായിതഗ്രേ രഘുത്തമനെ തഥാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ ചാപവും ചീരവസനവും തുണീരവും മൃദുസ്മേരവദനവും ചാരുജടാമകുടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ട് ചർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാദളച്ചവി പൂണ്ട ശരീരവും പക്ഷപാകെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസാ കണ്ടു ഗർഹിച്ച് പറഞ്ഞിതു ബാലിയും ഉണ്ടായ കോപഖേദാകുല ചേതസാ. എന്തു ഞാനൊന്നു നിന്നോട് പിഴച്ചത്, എന്തിനെന്നെ കൊല ചെയ്തു വെറുത നീ? വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ട് രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ? എന്തൊരു കീർത്തി ലഭിച്ചത് കൊണ്ടത് ചിന്തിക്കാ, രാജകുലോത്ഭവനല്ലോ നീ. വീരധർമ്മം നിരൂപിച്ച് കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും. എന്തോന്നു സുഗ്രീവനാൽ കൃതമായത്, എന്തോന്നു മറ്റൊന്നാൽ കൃതമല്ലായാഞ്ഞതും. രക്ഷോവരൻ തവ പത്നിയെ കട്ടതിനർക്കജാൽപജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകൾ കേട്ടറിയുന്നീലേ. ആരറിയാഞ്ഞത് മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം. ലങ്കാപുരത്തെ ത്രികുടാജലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ട് നിന്നന്തികെ വച്ചു തൊഴുതേൻ. ആദരാൽ ധർമ്മിഷ്ഠൻ എന്നു ഭവാനേ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതി. ധർമ്മമെന്തോന്ന് ലഭിച്ചതിതുകൊണ്ട് നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതിച്ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറക നീ. വാനരമാംസം അഭക്ഷ്യമത്രേ ബദമാനസേ തോന്നിയതെന്തിനു ഭൂപതി? ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമത്സരം നടക്കുന്നിതു നീളഞ്ഞാ. പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ. മോഹബദ്ധനായി നിന്നെ നീ ഏതും അറിയാഞ്ഞതുമെടോ. പുത്രീ ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം. അത് ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി. താപമവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും. ധരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലന്മാർ നടക്കുമെല്ലാടവും. ഏറെ പറഞ്ഞു പോകായികവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും. യുദ്ധം അരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തശുദ്ധി ഭവിച്ചു കവീന്ദ്രനും.
രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സംഭ്രമം ഭക്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ ഇത്തം മമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗാരഘവ. നാരായണൻ നിന്തിരുവടി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടു ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടാശു നിന്നാന്തികേതാവകമായ ശരമേറ്റു ദേഹം ഉപേക്ഷിപ്പതിന് യോഗം വന്നതാകന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗിനാം അഭിദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷന് മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടൻപോട് നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലമുണ്ടായതെന്നുടെ ഭാഗ്യാതിരേകം ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിന്തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാൻ ആശു പങ്ക്തിരതാത്മജനായി ജനിച്ചു ഭവാൻ. പത്മജൻ മുന്നമർത്തിക്കയാൽ എന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കേണം ഭഗവാനെ. എന്നോട് തുല്യബലനാകും അങ്കദൻ തന്നിൽ തിരുവുള്ളം ഉണ്ടായിരിക്കണം. അർക്കതനയനും അങ്കദബാലനും ഒക്കും എനിക്കെന്നു കേൾക്കോം കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈകൾ കൊണ്ടടിയനെ അൻപോടുമെല്ലത്തലോടുകയും വേണം എന്നതു കേട്ട് രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിയിടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്ത് വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും. യോഗീന്ദ്ര വൃന്ദദൂരാപമായുള്ളൊരു ലോകം ഭഗവത് പദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മനാ ബാലിരാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഖം ഭയത്തോടി വേഗേന പൊക്കിത് കിഷ്കിന്ധയായ പുരാജിരെ. ചൊല്ലിനാർ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ. ശ്രീരാമസായകമേറ്റു രണാജിരെ താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊള്ളുക കിഷ്കിന്ധാമഹാപുരം. മന്ത്രികളോട് നിയോഗിച്ച നീ പരിപന്തികളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചതു കേട്ടോരു താരയും ആലോല വീഴുന്ന കണ്ണുനീരും വാർത്ത് ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദവാച പറഞ്ഞു പലതരം. എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃത. ഭർത്താവു തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. ഇത്തം കരഞ്ഞവൾ ചെന്നുതൻ രക്തപാർത്തുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളേപരം കണ്ടു മോഹം കൊണ്ട് പുത്രനോടും കൂടെ ഏറ്റം വിവശയായി ചെന്നു വീണിതു ചെന്ന പാതാതികേ താരയും കേണു തുടങ്ങിനാൾ. പിന്നെ പലതരം ബാണമൈതന്നെയും കൊന്നീരു നീ മമ പ്രാണനാഥന്നു പറാതിരിഞ്ഞാലടോ. എന്നെ പതിയോടു കൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതേ.
വ്യഗ്രവും തീർത്തു രുമയുമായി വാഴ്വനി സുഗ്രീവ രാജഭോഗങ്ങളോടും ചിരം ഇത്തം പറഞ്ഞു കരയുന്ന താരയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. താരോപദേശം. എന്തിനു ശോകം വൃഥാ തവ കേൾക്കനി, ബന്ധമില്ലേതും ഇതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ, ധന്യേ പരമാർത്ഥമെന്നോട് ചൊല്ലൂ നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ദൃഢം സഞ്ചിതം ത്വന്മാംസരക്താസ്തി കൊണ്ടടോ. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്കനി, നിശ്ചയം ആത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനവും മരണവുമില്ല കേൾ, അല്ലലുണ്ടാകായ്കത് നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ, ദുഃഖ വിഷയവും അല്ല കേവലം സ്ത്രീ പുരുഷ ക്ലീവ ഭേദങ്ങളും ഇല്ല, താപശീതാദിയുമില്ലെന്നറിയ നീ. സർവകൻ ജീവനേകൻ പരിണദ്വയൻ, അവ്യനാകാശതുല്യൻ അനലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചിത് പിന്നെയും. നിശേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാനിത്യമായതു ജീവനും. ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളൗ ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിന് സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനേ വിധി വർത്തിക്കയില്ലടോ. നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗജം നിജ സ്വപ്നേ യഥാതവ, സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ. നൂനം അനാദ്യ വിദ്യാബന്ധഹേതുന താനാമഹം കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാമപദാർത്ഥകമായതും. സംസാരമോ രാഗദ്വേഷാദി സങ്കുലം മാനസം സംസാര കാരണമായതും. മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മനസമാനത്വം ഭവിക്കയാൽ ആത്മനസ്ഥൽ കൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രജ്ജന, ചിത്തേ നിരൂപിച്ച് കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിനു സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ സൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ഭക്തനായി സേവിക്കയാൽ അവശത്വം കലർന്നൊരു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ആദ്വൗ മനോഗുണാൻ സൃഷ്ട്വാതതസ്തത, വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും
തൽസമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാ ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അന്നും അനാദ്യ വിദ്യാവശം പ്രാപിച്ചു തിഷ്ഠത്യഭിനിവേശത്താൽ പുനരതു സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായതേ ഭൂയോ ഘടിയിൽ യന്ത്രവത്സദ മായാബലത്താൽ അതാർക്കഴിക്കാമിടോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷേന ചേതസി സൽസംഗതി ലഭിച്ചിടുന്നു. മൽഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോൾ അവൻ മതി മദ്വിഷയാദൃഢം. ശ്രദ്ധയുണ്ടാം കഥാശ്രവണേനം മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ സൽഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നും നൂനമാത്മാവിത് സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത്തം അറിയുമ്പോൾ മുക്തനാം അപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. നീയും മയോ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളക മനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രാഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്ക് കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപം ഇനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം. ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹം നകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായി ആത്മബോധേന ജീവ മുക്തയായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽക്ഷണം സംഗമാമത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു മുക്തയായാൾ ഒരു നാരി എന്നാകിലും. വ്യഗ്രമല്ലെല്ലാം അകല പോയി തെളിഞ്ഞിത് സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോട് അതിസ്വസ്ഥനായേൻ തുലോ. സുഗ്രീവ രാജ്യാഭിഷേകം. സുഗ്രീവനോടരുൾ ചെയ്താൻ അനന്തരം അഗ്രജപുത്രനാമംഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാരം ആദികർമ്മങ്ങളെ പുണ്യാക പര്യന്തമാകന്ത ചെയ്ക നീ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കിത്തുടങ്ങിനാൻ. സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരി മൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത സ്നത്വാ ജഗാമ രഘുത്തമ സന്നിധൗ. മന്ത്രികളോടും പ്രണമ്യ പാദാംബുജമന്തർമുദാ പറഞ്ഞാൻ കവിപുങ്കവൻ. രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണം
ഇനി പൂജ്യനാകും നിന്തിരുവടി സാദരം. ദാസനായുള്ളോരടിയണിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശ തേ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ, ഞാനതിന്നില്ലൊരു സംശയം. പ്രീതനായി പോയാലും ആശുമമാജ്ഞയാ. രാജ്യാധിപത്യം നിനക്കു തന്നേൻ, ഇനി പൂജ്യനായി ചെന്നഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം. സൗമിത്ര ചെയ്യും അഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ. പിന്നെ നീ യൗവരാജ്യാർത്ഥാഭിഷേക ജയാ പ്രഭോ. സർവം അധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെ പോലെ പരിപാലനം ചെയ്ത് ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. ആദൃശിഖരെ വസിക്കുന്നതുണ്ട് ഞാൻ, ആദ്യ പ്രകൃതി ചാതുർമാസ്യമാവുലാൽ. പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്വങ്കിതാനിരിപ്പേടം അറിഞ്ഞു വന്നെന്നോട് ചൊല്ലുകയും വേണം മമ സഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ, നിത്യസുഖത്തോടും ധാരാത്മജയ് സമം. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരിപുക്ക് അഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ. സോദരനോടും പ്രവർണ്യാഖ്യേഗ്രൗ സാദരം ചെന്നു കരേറി രഘുത്തമൻ. ഉന്നതമോക്ഷശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹ്വരം കാണായി. പാടിക ദീപ്തി കലർന്നു വിളങ്ങിന കാടകദേശം മണിപ്രവരോജ്വലം. വാദവരുഷ ഹിമപാദ വാരണം പാദവൃന്ദ ഫലമൂല സംഗീതം. തത്രൈവ വാസായ രേജായമാസ സൗമിത്രണ ശ്രീരാമ ഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദിഭക്തജനം തഥാമാത്യവേഷം പൂണ്ട നാരായണൻ തന്നെ പക്ഷിമൃഗാതിരൂപം ധരിച്ചന്വകം പക്ഷിത്വജനെ ഭജിച്ചു തുടങ്ങിനാർ. സ്ഥാവര ജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. രാഘവൻ തത്ര സമാധിവിരതനായി ഏകാന്തദേശേ മരുവും ദശാന്തരെ. ഏകദ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളിനാൻ. കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗമാക്കി മോക്ഷപ്രദം ത്രിലോകീപദേ. വർണ്ണാശ്രമികൾക്ക് മോക്ഷദം പോൽ അത് വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദവ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു. നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നതെന്നു കേൾക്കുന്നു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയന് മുക്തിപദം ഉപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരം ആകയുന്നുണ്ടല്ലോ. ലക്ഷ്മണൻ ഏവം ഉണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു.